ഹലോ ഫ്രണ്ട്സ്, സാൻഡ്വിച്ച് ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലല്ലോ. അപ്പോൾ നല്ല കോൾ സാൻഡ്വിച്ചസ്, 2 ടൈപ്പ് കോൾ സാൻഡ്വിച്ചസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നല്ല സാൻഡ്വിച്ചസ് നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമുക്ക് വെറൈറ്റി സാൻഡ്വിച്ചസ് ഉണ്ടാക്കിയാലോ? അപ്പോൾ കോൾഡ് കട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് ഞാൻ വളരെ തിൻ ബ്രെഡാണ് എടുത്തേക്കുന്നത്. അതിനകത്തോട്ട് നമുക്ക് ആദ്യം തന്നെ ബട്ടർ ഒന്ന് പരട്ടി കൊടുക്കാം. പെസ്റ്റോ സോസ് ആണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് ബേസിൽ കൊണ്ടിട്ടുള്ള ഒരു സോസാണ്, നമ്മുടെ തുളസിയില വെച്ചിട്ട്. അപ്പം ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെസ്റ്റോ സോസ് അതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഒരു ഡിഫറെന്റ് വെറൈറ്റി സാൻഡ്വിച്ചസ് ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ ഇത് വീട്ടിലുണ്ടാക്കിയെടുത്ത് ഓരോരോ സോസുകൾ വെച്ചിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാൻഡ്വിച്ചസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം അതിൽ ഒരെണ്ണത്തിൽ ഒരു സ്ലൈസിൽ പറ്റിയാൽ മതി. പിന്നെ നമുക്ക് അതിനകത്തോട്ട് ഒരു ലെറ്റസ് ലീവ്സ് വെച്ച് കൊടുക്കാം. ഒരു 2 ടൈപ്പ് ലെറ്റസ് ലീവ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ കുറച്ച് ഒരു ഓണിയൻ റിംഗ് മതി, അല്ല ഒരു സ്ലൈസ് ഓണിയൻ മതി. അതിൻ്റെ ഇങ്ങനെ റിങ്സ് ആക്കിയിട്ട് അവിടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഓണിയൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. പക്ഷെ നല്ലൊരു ക്രഞ്ചി ഫീലിംഗ് കിട്ടും ഓണിയൻ ആഡ് ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഞാനിവിടെ ടൊമാറ്റോയും ബേബി ടൊമാറ്റോയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതൊരു 4 സ്ലൈസ് ആഡ് ചെയ്തു. അതുപോലെ തന്നെ കുക്കുംബർ ഒരു 4 സ്ലൈസ് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിനകത്ത് ഞാനിപ്പോൾ ബീഫ് കോൾഡ് കട്ട്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ 2 സ്ലൈസ് വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഒലിവ് ഓയിലിൽ ചില്ലി ഫ്ലേക്സ് മിക്സ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറിയൊരു ഒലിവ് ഓയിലിൻ്റെ ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ആ ചില്ലി ഫ്ലേക്സിൻ്റെ ഒരു ചെറിയൊരു എരിവും കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക സ്വാദാണ്. അതാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു സ്ലൈസ് ചീസും പിന്നെ നമ്മുടെ ബ്രെഡും വെച്ച് കൊടുത്താൽ നമ്മുടെ കണ്ടോ ഒരു കോൾഡ് കട്ട് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് 2 സ്ലൈസ് ആയിട്ട് മുറിച്ചെടുക്കാം. അപ്പം ഞാനതിനെ ഒന്ന് കട്ട് ചെയ്യാണ്. അപ്പം നമുക്ക് കഴിക്കാനും എളുപ്പമുണ്ട്, നല്ല ഹാൻഡി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. കണ്ടോ, നല്ല കോൾഡ് കട്ട് സാൻഡ്വിച്ച് ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഒരു 2-3 സെറ്റ് കോൾഡ് കട്ട് സാൻഡ്വിച്ച് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. സെയിം പ്രൊസീജിയർ തന്നെയാണ്, വേറെ ഒന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അതിന് ഞാൻ ബ്രൗൺ ബ്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ബ്രൗൺ ബ്രെഡിൽ നമ്മൾ മറ്റേ സാൻഡ്വിച്ച് ഉണ്ടാക്കിയ പോലെ തന്നെ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യണം. അതിൻ്റെ 3 ടൈപ്പ് ലെറ്റ്യൂസ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. പിന്നെ നല്ല സ്ലൈസ് ചെയ്ത് ടൊമാറ്റോ വെച്ച് കൊടുക്കണം. ഇതെല്ലാം വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം വെജിറ്റബിൾസ്. അപ്പോഴാണ് നല്ല ക്രഞ്ചി ആയിട്ടും അത് നല്ല സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പെസ്റ്റോ സോസ് തന്നെ ഒരു സ്ലൈസ് ബ്രെഡിൽ കുറച്ച് ബട്ടറിൻ്റെ കൂടെ തന്നെ നമുക്ക് പരട്ടാം. പിന്നെ ഇനി അതിനകത്ത് ഞാൻ മൊസറല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൊസറല്ല ചീസ് നല്ല കുറച്ച് വളരെ തിന്നല്ല, അത് കുറച്ച് തിക്കായിട്ട് മുറിച്ചിട്ട് നമുക്ക് ആ മറ്റേ സ്ലൈസ് ഇപ്പോൾ പെസ്റ്റോ സോസ് പരട്ടിയ ആ സ്ലൈസ് ബ്രെഡിലോട്ട് വെച്ച് കൊടുക്കാം. അതങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മൊസറല്ല ചീസ് നല്ല ടേസ്റ്റാണ് സാൻഡ്വിച്ചസിന്. പ്രത്യേകിച്ച് അത് നിരത്തി ഒരു 2-3 സ്ലൈസ്, ഒരു 4 സ്ലൈസോളം മതിയാവും. അത് നമുക്ക് കുറച്ച് കട്ടിയിൽ മുറിച്ച് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ഇതൊരു കുറച്ചൊരു സ്ലൈറ്റ്ലി ഒരു ഇറ്റാലിയൻ സ്റ്റൈൽ സാൻഡ്വിച്ചസ് ആണ്. പെസ്റ്റോ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഇറ്റാലിയൻ ഫ്ലേവേഴ്സ് വരും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് ബേസിൽ ലീവ്സും കൂടെ ആ ഓരോ മൊസറല്ല ചീസിൻ്റെ സ്ലൈസ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ആ ഓരോ സ്ലൈസിൻ്റെ ഇടയ്ക്ക് ഓരോ ബേസിൽ ലീവ്സും കൂടെ വെച്ച് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നല്ല ക്രഷ്ഡ് പെപ്പർ, തീരെ ഫൈൻ പൗഡർ ആയിക്കരുത്, ക്രഷ്ഡ് പെപ്പർ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സോൾട്ടും അതിൻ്റെ 2 സ്ലൈസിലും വെച്ച് കൊടുക്കണം. എന്നിട്ട് അത് രണ്ടും കൂടെ കവർ ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. അതിന് മുമ്പായിട്ട് അതിനകത്തോട്ട് കുറച്ച് നല്ല ഫ്രഷ് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്താൽ ഇത്രയും നല്ല ഒരു സാൻഡ്വിച്ച്, നല്ല ഹെൽത്തി സാൻഡ്വിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും.